ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം.
Hare Ram, Jai Sri Krishna Chaitanya Prabhu Shri Advaita Gadadhar Srivasadi Gaura Hare Krishna 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 Hare Hare Ram Hare Ram 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 Hare Hare Krishna 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 Hare Hare Ram Hare Ram 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 Hare Krishna 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 Hare Hare Ram Hare Ram 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 Hare Krishna Krishna Karoti Bhakshanam Rangam Sri Varuneatarinam Paramanandamadanam Sri Chaitanya Isharam Hari Om Tat Sat. Hare Krishna. നമുക്ക് ചർച്ച ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം ബ്രഹ്മദേവൻ്റെ സ്തുതികളാണ് കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ബ്രഹ്മദേവൻ പറയുന്നു, അങ്ങയുടെ മഹത്വം അറിയാതെ ജീവാത്മാക്കൾ ഭൗതിക സുഖലോഭങ്ങളുടെ പുറകിൽ ഇങ്ങനെ മഗ്നമായിട്ട് ജീവിക്കുകയാണ്. എത്രത്തോളം കാലം ഈ ശരീരത്തെ സുഖത്തിൻ്റെ ഭോഗവസ്തുവായിട്ട് കാണുന്നു, അത്രത്തോളം കാലം അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അങ്ങനെയുള്ള അഭാഗ്യരായിട്ടുള്ള നിർഭാഗ്യരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ പറയുന്നു, വിശപ്പാലും ദാഹത്താലും തണുപ്പാലും പല രീതിയിലുള്ള രോഗങ്ങൾ, ചുമ, തണുപ്പ്, ചൂട്, ഇതിൽ നിന്നും അവർക്കൊരിക്കലും പുറത്തു വരാൻ കഴിയില്ല. എപ്പോഴും ദുഃഖിതരായിരിക്കും, ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രഹ്മദേവൻ, സാക്ഷാൽ സൃഷ്ടികർത്തായിട്ടുള്ള ബ്രഹ്മദേവൻ നമുക്ക് പറഞ്ഞു നൽകുന്ന എന്താണ്? ഈ ലോകം, നമ്മൾ ഈ ലോകത്തിൽ ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്, ക്ലേശങ്ങളിൽ നമ്മളെ അലട്ടുന്നത്, ഈ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളിൽ ഒരു പ്രഭാവം ചുരത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ശരിയല്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ചില വ്യക്തികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം അവരുടെ മനസ്സ് നിയന്ത്രണത്തിലല്ല. അവരെല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രശ്നം പുറത്തല്ല, പ്രശ്നം ഉള്ളിൽ തന്നെയാണ്. എത്രത്തോളം നമ്മൾ ആത്മീയമായിട്ട് ഉയരുന്നു, അത്രത്തോളം ഉള്ളിൽ പ്രശ്നങ്ങൾ കുറയും. ഉള്ളിൽ പ്രശ്നമില്ലെങ്കിൽ പുറത്തും പ്രശ്നമില്ല. പക്ഷേ ഉള്ളിൽ പ്രശ്നമാണെങ്കിൽ നോക്കുന്നിടത്തെല്ലാം പ്രശ്നമായിരിക്കും. കാരണം ഉള്ളിലെ അതേ മനസ്സ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും നോക്കുന്നത്. ഈ കണ്ണ് ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾ കാണുന്നതും. മനസ്സിൻ്റെ ആ ഒരു ഫിൽറ്ററിങ്ങിലൂടെയാണ് ഓരോ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ മനോഭാവം അനുസരിച്ചാണ്. നമ്മുടെ മനോഭാവം ഉയരുന്നതിനനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. അതാണ് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യാവത് പൃഥക്തം മിതമാത്മനാ ഇന്ദ്രിയാർത്ഥ മായാബലം ഭഗവതോ ജന ഈശ പശ്യേത് താവന്നാസ്മൃതിർ അസോ പ്രതിശംക്രമേത വ്യർത്ഥവി ദുഃഖ നിവഹം ബഹാദി ക്രിയാർത്ഥ. ഇവിടെ പറയുന്നു, പുറത്തുള്ള ഈ ക്ലേശങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ല. പക്ഷേ എത്രത്തോളം കാലം ഒരു ജീവാത്മാവ്
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എത്രത്തോളം കാലം ഒരു ജീവാത്മാവ് ഈ ശരീരത്തെ ആസ്വാദനമായിട്ട് കാണുന്നുവോ അത്രത്തോളം കാലം ഈ ക്ലേശങ്ങളിൽ നിന്നും ആ ജീവാത്മാവിന് പുറത്തു വരാൻ കഴിയില്ല, ഭഗവാന്റെ മായാശക്തിയാൽ പ്രഭാവിതരായിട്ട്. എന്നിട്ട് ഈ ശരീരത്തെ നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും. ഈ ശരീരത്തെ നമ്മൾ ആസ്വാദനമായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരത്തില്ല. നമ്മൾ ആ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിയും. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ദുരിതം അനുഭവിക്കുന്നു? എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ശരീരത്തെ ആസ്വദിച്ച് ജീവിച്ച വ്യക്തികളാണ്. അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അഹ്നീ ആപ്രതാർത്ഥകരണനിശി നിശയന നാനാമനോരഥധ്യാക്ഷണഭഗ്ന നിദ്ര ദൈവാതാർത്ഥാരചന ഋഷയോപി ദേവ യുഷ്മാത് പ്രസംഗ വിമുഖ ഹി സംസ്മരന്തി. അന്നേരം ഇങ്ങനെയുള്ള വ്യക്തികൾ, ശരീരത്തെ തന്നെ ആസ്വാദനമായിട്ട് കാണുന്ന വ്യക്തികൾ, അവരെന്താണ് ചെയ്യുന്നത്? അവരെപ്പോഴും ഘോരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അന്നേരം അതിതീവ്രമായിട്ടുള്ള ഘോര പ്രവർത്തികൾ ദിവസം മുഴുവനും ചെയ്യുന്നതുകൊണ്ട് രാത്രിയിൽ അവർക്ക് ഉറക്കം കിട്ടാറില്ല. കാരണം അവരുടെ ബുദ്ധി എപ്പോഴും ഊഹാപോഹങ്ങൾ കൊണ്ട് അവരുടെ ഉറക്കത്തെ കിടത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും ദൈവിക ശക്തികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്നു, വലിയ വലിയ ഋഷിമാരാണെങ്കിൽ പോലും, അവർ പോലും ഒരുപാട് ജ്ഞാനികളായിട്ടുള്ള ഋഷിമാരാണെങ്കിൽ പോലും അവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ ശ്രവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ ഈ സംസാര സാഗരത്തിൽ തന്നെ കറങ്ങി നടക്കേണ്ടി വരും എന്ന് പറയുന്നു. ത്വം ഭക്തിയോഗ പരിഭാവിത ഹൃത്സരോജ. അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നാൽ പോലും ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ല എങ്കിൽ ആ വ്യക്തി എന്താവും? സംസാര സാഗരത്തിൽ കറങ്ങി നടക്കും. ത്വം ഭക്തിയോഗ പരിഭാവിത ഹൃത്സരോജ ആസേ ശ്രുതക്ഷിതപദോ നനുനാഥ പുംസാം യദ്യദ്യാത ഉരുഗായ വിഭാവയന്തി തത്വപു പ്രണയാസ സദ് അനുഗ്രഹായ. ഭഗവാനെ, ഇവിടെ അതിമനോഹരമായിട്ട് പ്രഭുപാജി വിവർത്തനം ചെയ്യുന്നു. പ്രഭുപാജി പറയുന്നു, അങ്ങയുടെ ഭക്തര് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ അങ്ങയെക്കുറിച്ച് കേട്ടുകൊണ്ട് അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്ക് ഭഗവാനെ ഈ കണ്ണുവെച്ചല്ല കാണാൻ കഴിയുക, ഭഗവാനെക്കുറിച്ച് കേട്ടാണ് ഭഗവാനെ കാണേണ്ടതെന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ കേൾക്കുന്നതിലൂടെ, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ അങ്ങയെക്കുറിച്ച് കേട്ട് എന്താകുന്നു? അവരുടെ ഹൃദയം പരിശുദ്ധമാകുന്നു. അങ്ങനെ അങ്ങ് എന്നും അവരുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നു. അങ്ങയുടെ ഭക്തരോട് എപ്പോഴും കാരുണ്യം കാണിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ രൂപം അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നു. അങ്ങനെ ആ രൂപത്തെ തന്നെ അവരെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകളിലൂടെയല്ല ഭഗവാനെ കാണേണ്ടത്, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭഗവാനെക്കുറിച്ച് കേട്ട് നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുന്നതിലൂടെയാണ് നമ്മൾ ഭഗവാനെ കാണേണ്ടത്, അറിയേണ്ടത്. ന അതി പ്രസീദതി തഥാ ഉപചിത ഉപാചാരൈ ആരാധിതാസുരഗണൈ ഹൃദി ബദ്ധകാമൈ യത് സർവഭൂതദയാ അസത് അലഭ്യ ഏകനാനാ ജനേഷു അവഹിത സുഹൃതന്താത്മാ. ഇവിടെ പറയുന്നു, ഭഗവാനെ, അങ്ങ് ദേവന്മാരുടെ പൂജയാൽ സംപ്രീതനല്ല. അവർ ഏറ്റവും ആർഭാടമായിട്ട് എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി അങ്ങേ പൂജ ചെയ്യുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ ഭൗതിക ലാഭപ്രതീക്ഷയുണ്ട്. പക്ഷെ എന്നിട്ടും അങ്ങ് എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നു. അങ്ങ് അവരുടെ എപ്പോഴും ഹിതേകാംക്ഷയാണ്. പക്ഷെ എന്നാലും അങ്ങയിൽ തീരെ വിശ്വാസമില്ലാത്ത ഇരിക്കുന്ന വ്യക്തികൾക്ക് അങ്ങേ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങേയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒരു മിനിറ്റ്.
ഇനി 13ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. പുംസാം അതോ വിവിധ കർമ്മഭീർ അധ്വാരാധീർദാനേന ചോഗ്രതപസാ പരിചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിതകർഹ്യചിത് മ്രിയതേന യത്ര. വ്യക്തികൾ പല പുണ്യപ്രവർത്തികളും ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? വേദങ്ങളിൽ പറഞ്ഞതുപോലെ പല പല ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, തപശ്ചര്യകൾ ചെയ്യുന്നു, പല പല സേവനങ്ങൾ അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നു. അതിലൂടെ അങ്ങേ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അന്നേരം ഇവിടെ പറയുന്നു, ദേവന്മാർ അങ്ങേ ആരാധിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അങ്ങയിൽ നിന്ന് പല പല ഭൗതിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇനി എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് പരമാത്മാവായിട്ടിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും അങ്ങയിൽ വിശ്വാസമില്ലാത്ത വ്യക്തികൾക്ക് അവർക്കൊരിക്കലും അങ്ങേയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അതുകൂടാതെ പുണ്യ പ്രവർത്തികൾ ചെയ്ത വ്യക്തികൾ അവരെപ്പോഴും അങ്ങേ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങയുടെ സന്തോഷത്തിനായിട്ട്. അവരും ഭാഗ്യശാലികളാണ്. അങ്ങനെയുള്ള പ്രവർത്തികൾ ഒരിക്കലും നിരർത്ഥകമാകത്തില്ല. അതായത് ദേവന്മാരെക്കാട്ടിയും പുണ്യം ചെയ്ത വ്യക്തികളാണ് ഭഗവാന്റെ ഭക്തരാകുന്നത് എന്നാണ് ഇവിടെ സാക്ഷാൽ ബ്രഹ്മദേവൻ പറയുന്നത്. കാരണം എന്താ? ദേവന്മാർ എത്ര സമ്പദ് സമൃദ്ധിയോടുകൂടി ഭഗവാനെ പൂജിച്ചാലും അതിൽ ഭഗവാൻ തൃപ്തിപ്പെടണമെന്നില്ല. കാരണം ഉള്ളിൽ ഭൗതിക ആസ്വാദനം ലക്ഷ്യമാക്കി ആണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഭഗവാന്റെ ഭക്തരോ, അവരുടെ ലക്ഷ്യം ഭഗവാന്റെ സന്തോഷമാണ്. അങ്ങനെയുള്ള പുണ്യ വ്യക്തികൾ ഭാഗ്യശാലികളാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും നിരർത്ഥകമാകത്തില്ല എന്ന് പറയുന്നു. ഇവിടെ ദേവന്മാരെയും കുറിച്ച് പറയുന്നു, ഈശ്വര വിശ്വാസം ഇല്ലാത്ത വ്യക്തികളെ കുറിച്ചും പറയുന്നു, ഭക്തരെ കുറിച്ചും പറയുന്നു. 3 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച്. അന്നേരം ദേവന്മാർ അവർ എത്ര വലിയ സമ്പദ് സമൃദ്ധമായിട്ട് അങ്ങയുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്താലും ഭഗവാൻ അതിൽ സന്തോഷിക്കണമെന്നില്ല. കാരണം ഉള്ളിൽ ഭൗതിക ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പല പല ലാഭങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും അങ്ങ് ഇരിക്കുന്നുണ്ട് പരമാത്മാവായിട്ട്. എന്നാലും ഈ അങ്ങയിൽ വിശ്വാസമില്ലാതെ അധർമ്മ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും അങ്ങേയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. ഹൃദയത്തിൽ തന്നെ ഇരിക്കുകയാണ്, പക്ഷെ അങ്ങേയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. പക്ഷേ അതേ സമയത്ത് ഒരുപാട് പുണ്യം ചെയ്ത പുണ്യാത്മാക്കൾ, അങ്ങയുടെ ഭക്തർ, അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട്, അതിനുവേണ്ടി മാത്രം അവർ ചെയ്യുന്നുണ്ട്, അതൊരിക്കലും നിരർത്ഥകമാകുന്നില്ല എന്ന് പറയുന്നു. ശാശ്വത് സ്വരൂപ മഹസൈവ നിപീത ഭേദ മോഹായ ബോധതിഷ്ണയാ നമ പരസ്മൈ വിശ്വോദ്ഭവാ സ്ഥിതിലയേഷു നിമിത്തലീല രാസായതേ നമ ഇദം ചക്രമേശ്വർയ. ആ പരമോന്നതനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം ശക്തിയാൽ നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മജ്യോതിയെ ബുദ്ധിയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി എല്ലാവരും ധ്യാനിക്കുന്നു. അങ്ങ് തന്നെയാണ് സൃഷ്ടിയും പരിപാലനവും സംഹാരവും ചെയ്യുന്നത്. ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. യസ്യ അവതാര ഗുണകർമ്മ വിദംബനാനി നാമാനി യേ അസുഭിഗമേ വിവശാ ഗൃണന്തി തേ അനൈക ജന്മ ശമലം സഹസാ ഏവ ഹിത്വാ സംയാന്തി അപാവൃതമൃതം തം അജം പ്രപദ്യേ. ഞാൻ ആ ഭഗവാന്റെ അങ്ങയുടെ തൃപ്പാദത്തെ ആശ്രയിക്കുന്നു. അങ്ങ് തന്നെയാണ് പല പല അവതാരങ്ങൾ എടുക്കുന്നതും. അങ്ങയുടെ ലീലകളും അങ്ങയുടെ ഗുണങ്ങളും വളരെ രഹസ്യമാണ്. അതിൻ്റെ പ്രതിബിംബം മാത്രമാണ് ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തികളും. അതുകൂടാതെ അങ്ങയുടെ ലീലകൾ കാണുമ്പോൾ സാധാരണ വ്യക്തികൾ ചെയ്യുന്ന പോലെ പ്രവർത്തികളായിട്ട് തോന്നും, പക്ഷെ അത് അതീന്ദ്രിയമാണ്. ഇവിടെ പറയുന്നു,
അബോധാവസ്ഥയിൽ പോലും അങ്ങയുടെ നാമം ആരെങ്കിലും ജപിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ആ വ്യക്തി ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് എല്ലാവിധ പാപകർമ്മങ്ങളിൽ നിന്നും ആൾ മുക്തനാവും. എത്രയോ ജന്മങ്ങൾ, കോടാനുകോടി ജന്മങ്ങൾ ചെയ്ത പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തനാവുകയും അങ്ങയുടെ അടുത്തെത്തുകയും ചെയ്യും എന്ന് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നു. അത്തരം സാക്ഷാൽ ബ്രഹ്മദേവൻ പറയുന്നു, ഭാഗവത്തിൽ പറയുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ നാമം ജപിക്കാം. നാമം ജപിക്കുന്ന ഒരു ശീലമാക്കി മാറ്റി ജീവിതാന്ത്യ വേളയിലും അവസാന ശ്വാസത്തിലും ഭഗവാന്റെ നാമം ജപിച്ച് ഈ ലോകത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തെത്തും. യോ വാ അഹം ച ഗിരീശശ്ച വിഭു സ്വയം ച സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതവാത്മമൂലം ഭിത്വാ ത്രിപാദ് വവൃത ഏക ഉരുപരോഹസ്തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ. ഇവിടെ പറയുന്നു, ഈ 14 ലോകങ്ങളുടെയും ആധാരം അങ്ങ് തന്നെയാണ്. അങ്ങൊരു ബ്രഹ്മദേവൻ ഭഗവാനെ ആദി വൃക്ഷമായിട്ട് പറയുകയാണ്. ഈ പ്രപഞ്ചം അതിൻ്റെ ആദി വൃക്ഷത്തിൻ്റെ മൂലമായിട്ട് വേരാണെന്ന് പറയുന്നു. ഈ 14 ലോകങ്ങളുടെയും വേര് അങ്ങ് തന്നെയാണ്. ഇവിടെ പറയുന്നു, ആദ്യം ഭൗതിക ലോകത്തിൽ ഞാനായിട്ടും മഹാദേവനായിട്ടും പിന്നെ അങ്ങ് സ്വയമായിട്ടും നിലനിൽക്കുന്നു. എന്നിലൂടെ അങ്ങ് സൃഷ്ടി നടത്തുന്നു, അങ്ങ് സ്വയം പരിപാലനം ചെയ്യുന്നു, എന്നിട്ട് മഹാദേവനിലൂടെ സംഹാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മളിലൂടെ ഒരുപാട് ശാഖകൾ ഈ മരത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കാരകനും കർത്ത കരയിത എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് പറയും. ലോകോ വികർമ്മ നിരതാ കുശലേ പ്രമത്ത കർമ്മണി അയം ത്വദ് ഉദിതേ ഭവദർച്ചനസ്വേ യസ്താവത് അസ്യ ബലവാൻ ഇവ ജീവിതാശം സദ്യശ്ചിനന്തി അനിമിഷായ നമോസ്തു തസ്മൈ. ഇവിടെ പറയുന്നു, സാധാരണ ജനങ്ങൾ എപ്പോഴും മൂഢപ്രവൃത്തിയിൽ ഏർപ്പെടും. അവർക്കൊരിക്കലും മനസ്സിലാവുന്നില്ല അങ്ങയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങയുടെ മാർഗത്തിൽ പിന്തുടരുന്ന വ്യക്തികളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത്, അത് മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കൂ എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എത്രത്തോളം കാലം അവർ ഈ മൂഢപ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത്രത്തോളം കാലം അവരുടെ എല്ലാവിധ ഉദ്യമനങ്ങളും പരാജയപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങ് കാലരൂപത്തിൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂഢപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത എല്ലാ കാര്യങ്ങളും മൂഢപ്രവർത്തികളാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കൊരു ദിവസം ഉപേക്ഷിക്കേണ്ടി വരും. 24 മണിക്കൂറിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ സമയം കൊടുക്കുന്നത്, അതെല്ലാം നിരർത്ഥകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറഞ്ഞ പക്ഷം നമ്മൾ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. ഈ ശരീരം എത്ര തീട്ടിപ്പോറ്റിയാലും ഈ ശരീരം ഒരു ദിവസം ഉപേക്ഷിക്കണം. ഈ ശരീരം നശിച്ചേ പറ്റൂ. നശിക്കേണ്ട ശരീരമാണിത്. ഈ ശരീരമേ നശിക്കുകയാണ്. ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും നശിക്കുകയാണ്. എത്ര നമ്മൾ മനസ്സിലാക്കിയാലും നമുക്ക് ആ ചിന്തകളിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി കൊടുക്കുന്ന സമയത്തിൽ നിന്നോ നമുക്ക് മാറാൻ കഴിയുന്നില്ല. നമുക്കറിയാം എല്ലാം നിരർത്ഥകമാണെന്നറിയാം, പക്ഷെ എന്നിട്ടും നമ്മൾ അതിൽ തന്നെ മഗ്നരായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ പറയുന്നു, അങ്ങനെ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾ അവർ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല. അതെല്ലാം എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ? കാരണം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ ദൈവിക ശക്തികൾ എപ്പോഴും ഈശ്വരീയ കാര്യങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പ് നൽകൂ.
ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമായിട്ട് ഉയരുന്നതായിട്ടും താൽക്കാലിക വിജയം ലഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല. അഥവാ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഓരോ വ്യക്തികൾ കാശുണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി കാശ് കിട്ടിയാലോ അത് മറ്റാരും അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി അതിനെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും തീരത്തില്ല. അന്നേരം ആദ്യം കാശുണ്ടാക്കാൻ വേണ്ടി ഓടും, ഇനി കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ വേണ്ടി വീണ്ടും ഓടും. പിന്നെ എല്ലാം ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരു ദിവസം ഈ തേനീച്ച കൊണ്ടുപോകാൻ വേണ്ടി, തേൻ ശേഖരിക്കുന്ന വ്യക്തി തേനീച്ചയുടെ കൂട്ടിൽ നിന്നും തേൻ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ആ വ്യക്തിയെ പോലെ ആരെങ്കിലും കള്ളന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസോ വന്നിട്ട് എല്ലാം എടുത്തുകൊണ്ടൊക്കെ പോകുന്നുള്ളൂ. അല്ലേ? ഒന്ന് ആലോചിച്ചു. അതെ, നമ്മൾ ഇത്രയും കാലം നമ്മുടെ എന്ന് പറഞ്ഞിരുന്നതാ. ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ ഒരു ബ്രാഹ്മണന്റെ കഥ പറയുന്നുണ്ട്. അവന്തി ബ്രാഹ്മണൻ. അദ്ദേഹം ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ ഉദ്ധവരോട് പറഞ്ഞതാണ് അവന്തി ബ്രാഹ്മണന്റെ കഥ. അവന്തി രാജ്യത്തിലൊരു ബ്രാഹ്മണൻ വലിയ പിശുക്കനായിരുന്നു. മക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയോ കൊച്ചുമക്കൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യത്തില്ല. അത് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം എപ്പോഴും വിരോധമാണ്. ഒരുപാട് കാശുണ്ട്. അതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. ഒരു നല്ല കാര്യങ്ങളോ ദാനങ്ങൾ ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ കാശ് ഇങ്ങനെ വ്യാപാരം ചെയ്ത് ബ്രാഹ്മണനാണെങ്കിലും വ്യാപാരത്തിലായിരുന്നു ആൾ ചെയ്യുന്നുണ്ട്. വ്യാപാരമായിരുന്നു ഇഷ്ടം. അങ്ങനെ കാശ് കൂട്ടി വെക്കുന്നതല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. അവസാനം ഒരു ദിവസം ദേഷ്യത്താൽ ബന്ധുക്കളെല്ലാവരെയും ഉപേക്ഷിച്ചു പോയി. കൂട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ചു, ആളെ ഒറ്റപ്പെടുത്തി. പക്ഷെ എന്നിട്ടും ആൾക്ക് ഒരു വിഷമമില്ല, കാരണം കാശുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവസാനം പല ഭടന്മാർ വന്നിട്ട് ആള് രാജാവിന് കറക്റ്റായിട്ട് ആ ഒരു ടാക്സ് അടച്ചില്ലെന്ന് പറഞ്ഞ് അതെല്ലാം പിടിച്ച് എടുത്തുകൊണ്ട് പോയി. ആളുടെ സ്വത്ത് വകകളും വീടും എല്ലാം. അവസാനം ഒറ്റ നിമിഷം കൊണ്ട് ആള് തെരുവിലായെന്നുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു. ബന്ധുക്കളും മിത്രങ്ങളും കാശും സമ്പത്തും എല്ലാം. അതോടുകൂടി പിന്നെ ആർക്കും വേണ്ടാതെയായി. ആള് തെരുവിൽ കഴിയാൻ തുടങ്ങി. അങ്ങനെ ആള് പിന്നെ ഒരു സന്യാസിയെ പോലെ ജീവിക്കാൻ തുടങ്ങി. പല തീർത്ഥ സ്ഥലങ്ങളും സന്ദർശിച്ച് ഭിക്ഷ എടുത്തിട്ട് ആൾക്ക് കിട്ടുന്ന എന്താണോ അതിൽ തൃപ്തിയോടുകൂടി ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്തും നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം പരിചയമുള്ള വ്യക്തികൾ കാണുമ്പോൾ ആളുടെ മുഖത്ത് നോക്കി തുപ്പും എന്നുള്ളതാണ്. ചെന്നിട്ടും ആൾ പ്രതികരിക്കത്തില്ല. ആളെ അടിക്കും, ഇടിക്കും, ചവിട്ടി പുറത്താക്കും, ആളുടെ വസ്ത്രം കീറും, എന്നിട്ടും ആൾ പ്രതികരിക്കത്തില്ല. എന്നിട്ട് പഴകിയ പുഴുത്ത ഭക്ഷണമൊക്കെ ആൾക്ക് കഴിക്കാൻ കൊടുക്കും, എന്നിട്ടും ആളത് കഴിക്കും എന്നുള്ളതാണ്. ഇനി അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ക്രൂരരായിട്ടുള്ള വ്യക്തികൾ വന്ന് അതിൽ തന്നെ വിസർജിക്കും, അതിൽ തന്നെ മൂത്രമൊഴിക്കും എന്നുള്ള. ഒന്നാലോചിച്ചു. ആകെ ഒരു നേരമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്, അതിൽ വന്ന് മൂത്രമൊഴിക്കും. പിന്നെ അദ്ദേഹത്തിന് അത് കഴിക്കാൻ പറ്റത്തില്ല, അതെടുത്ത് മാറ്റി വയ്ക്കും. എന്ത് ചെയ്യാനല്ലേ? ഇങ്ങനെ പല ദ്രോഹങ്ങളും ഒക്കെ അദ്ദേഹത്തിനോട് ചെയ്തു. എന്നിട്ടും ആള് എപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്താണ്? ഭഗവാനെ, ഇതിൽ നിന്നും വലിയ അപമാനം ഞാൻ അർഹിക്കുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല, ഇതെല്ലാം അനുഭവിക്കേണ്ടതാണ്. ഒന്നുമല്ല കൃഷ്ണ. ഇതിൽ നിന്നും വലുത് ഞാൻ എന്തോ അർഹിക്കുന്നു ഭഗവാൻ.
അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇതിൽ അങ്ങ് ഒതുക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി എന്തെങ്കിലും ലഭിച്ചാൽ കഴിക്കും, ഇല്ലെങ്കിൽ പട്ടിണി എടുക്കാം. എന്തുവല്ലേ? അവന്തി ബ്രാഹ്മൺ കീ ജയ്. അദ്ദേഹം നേരത്തെ എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യവേളയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, മാനത്തിനും അപമാനത്തിനും ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ പല രീതിയിലും അപമാനിക്കാൻ തുടങ്ങും. അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ജപമാല എടുത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അപാനവായു അദ്ദേഹത്തിൻ്റെ നേരെ മുഖത്തോട്ട് നോക്കി അപാനവായു ഇടും. ഇതിൽ കൂടുതൽ എന്തുവാണ് അപമാനം അല്ലേ? പുറമെ തിരിഞ്ഞ് നിന്നിട്ട് അപാനവായു വരെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിടുമെന്നുള്ള. ഇത്രയും അപമാനം സഹിച്ചിട്ടും ആളൊന്നും പ്രതികരിച്ചില്ലെന്നുള്ളൂ. ആള് സ്വയത്തെ നിയന്ത്രിച്ചു. ഇതിനൊക്കെ അപ്പുറത്താണ് ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. പുറമേയുള്ള ഈ മാനത്തിനും അപമാനത്തിനും അപ്പുറത്താണ് ഇതിനകത്തിരിക്കുന്ന ആത്മാവ്. എൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഭഗവാന്റെ ലോകത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് ഭഗവാന്റെ നാമവും ജപിച്ച് സന്തോഷത്തോടുകൂടിയിരുന്നു. എന്തെങ്കിലും ലഭിച്ചാൽ ഓക്കെ, ലഭിച്ചില്ലെങ്കിലും ഓക്കെ. എല്ലായിടത്തുനിന്നും ആൾക്ക് അപമാനം അത് മാത്രമേ ലഭിച്ചുള്ളൂ. പക്ഷെ അതിലൊന്നും സംഭ്രമിക്കാതെ ആള് ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചിരുന്നു. അങ്ങനെ നേരെ ഭഗവാന്റെ ലോകത്തേക്ക് പോയി. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ ഭഗവാൻ അതാ പറയുന്നത്, ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ല എങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമായി പോകും. അല്ല, താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്ത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും അതെല്ലാം നിരർത്ഥകമാകും എന്ന് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു. യസ്മാദ് ബിഭേമി അഹം അപി ദ്വിപരാർദ്ധദിഷ്ണ്യം അദ്യാശ്രിത സകല ലോകതമസ്കൃത്യമയത് ദേവേ തപോ ബഹുസഭോ അവരുത്സമനാസ് തസ്മൈ നമോ ഭഗവതേ അതിമഖായ തുഭ്യം. ഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങാണ് സാക്ഷാൽ കാലശക്തി. എല്ലാ യജ്ഞങ്ങളും എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഈ 14 ലോകങ്ങളിലും ഏറ്റവും കൂടുതൽ വർഷം താമസിക്കാൻ പറ്റുന്നത് എൻ്റെ ബ്രഹ്മലോകത്താണ്. ഞാൻ എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ 14 ലോകങ്ങളുടെയും നാഥനായിട്ട് നിൽക്കുകയാണെങ്കിലും അതിനുവേണ്ടി എത്രയോ വർഷങ്ങൾ ഞാൻ തപസ് ചെയ്തു ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി. പക്ഷെ എന്നിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങയുടെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഞാൻ വെറും തുച്ഛമാണെന്ന് മനസ്സിലാക്കും. തിര്യാൻ മനുഷ്യ വിബുദ്ധ്യാദിഷു ജീവയോനിഷു ആത്മേച്ഛയാത്മകൃതസേതു പരിപ്സയായ രേമേ നിരസ്ത വിഷയോ അപി അവരുദ്ധ ദേഹസ് തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. അങ്ങ് തന്നെയാണ്, അങ്ങയിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും വരുന്നത്. അതുകൂടാതെ എല്ലാ ജീവജാലങ്ങളുടെ ഇടയിലും അങ്ങ് അവതരിക്കാറുണ്ട് അല്ലെ? മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും. എന്തിനാണ് അങ്ങ് വരുന്നത്? അങ്ങ് ഏതൊരു രൂപത്തിലെടുത്ത് വന്നാലും അങ്ങ് അതീന്ദ്രിയനാണ്. അങ്ങയുടെ ലീലകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങ് വരുന്നത്. ഏത് രൂപം എടുത്താലും ആ ത്രിഗുണങ്ങൾ അങ്ങേ ഒരിക്കലും ബാധിക്കാറില്ല. ത്രിഗുണങ്ങളിലൂടെയല്ല അങ്ങ് വരുന്നത്. അങ്ങ് വരുന്നത് ആത്മശക്തിയാണ്, അങ്ങയുടെ സ്വന്തം ശക്തിയാണ്. അങ്ങ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. ആ അങ്ങയുടെ എല്ലാ രൂപങ്ങളെയും എല്ലാ അവതാരങ്ങളെയും ഞാൻ നമസ്കരിക്കുന്നു. യാ അവിദ്യയാ അനുപഹത അപി ദശാർദ്ധേ. ഇതെന്തുകൊണ്ടാണ് ബ്രഹ്മദേവൻ പറയുന്നത്? കാരണം ബ്രഹ്മദേവൻ ആ താമരയുടെ ഉദ്ഭവം അന്വേഷിച്ചു പോയി, കാണുന്നില്ല ഒന്നും. അവസാനം തപസ് ചെയ്തപ്പോഴാണ് ഭഗവാനെ കാണുന്നത്. ഭഗവാനെ കണ്ട സന്തോഷത്തിന് സ്തുതിക്കുകയാണ്. യ അവിദ്യാനുപഹതോ വിദശാർദ്ധവൃത്യാ നിദ്രമുവാഹ ജഠാരി കൃതലോകയാത്ര
അന്തർജലേ ഹി കശിപു സ്പർശാനുകൂലം വിമോർമിമാലിനി ജനസ്യ സുഖം വിഭ്രന്മൻ. അങ്ങ് ഈ പ്രളയജലത്തിൽ ശയിക്കുന്നു. ഇത്രയും ശക്തമായിട്ടുള്ള കാറ്റുകൾ ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അങ്ങ് സന്തോഷത്തോടുകൂടി അനന്തൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ഇത്രയും വിക്ഷുബ്ധ അവസ്ഥയിൽ, കാരണം ബ്രഹ്മദേവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ താമര ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്നു. വലിയ കാറ്റിങ്ങനെ അടിച്ച് താമര ഇങ്ങനെ അടി ഒലഞ്ഞ് നിൽക്കുകയാണ്. ഇരുട്ടും ഈ കാറ്റും എല്ലാം കൂടെ കണ്ടപ്പോൾ ബ്രഹ്മദേവന് ഭയം തോന്നി. പക്ഷെ ഇത്രയും വിക്ഷുബ്ധ അവസ്ഥയിലും ഭഗവാൻ സന്തോഷത്തോടെ ഉറങ്ങുകയാണ്. അന്നേരം ഇവിടെ എല്ലാ ഭക്തർക്കും ഒരു സന്ദേശം നൽകുകയാണ് ഭഗവാൻ എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഭഗവത് സ്മരണയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്നും നമ്മളെ ബാധിക്കത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ സമയത്ത് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും അങ്ങയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് ബ്രഹ്മദേവൻ പറയും. യജ്ഞാഭി പത്മഭവനാദഹം ആസമീധ്യ ലോകാത്രയോപകാരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്തുദാരസ്ഥ ഭവായ യോഗ നിദ്രാവസാന വികസൻ നളിനേക്ഷണായ. അങ്ങാണ് എൻ്റെ ആരാധ്യ പുരുഷൻ. അങ്ങയുടെ നാഭിയിൽ നിന്നാണ് ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്, സൃഷ്ടി ചെയ്യാൻ വേണ്ടി. അങ്ങയുടെ കാരുണ്യത്താൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ലോകങ്ങളും അങ്ങയുടെ നാഭിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇനി അങ്ങ് സൃഷ്ടിക്കായിട്ടുള്ള എല്ലാ കാര്യത്തിനും അങ്ങ് വന്നിരിക്കുകയാണ്. അങ്ങയുടെ സുന്ദരമായിട്ടുള്ള കണ്ണുകളെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. സോയം സമസ്ത ജഗതാം സുഹൃദേകാത്മാ സത്വേന യന്മൃദ്യതേ ഭഗവാൻ ഭഗേന തേനൈവ മേ ദൃശം അനുസ്മൃതാത് യഥാഹം ശ്രക്ഷ്യാമി പൂർവവത് ഇദം പ്രണത പ്രിയോസോ. ആ പരമോന്നതനായിട്ടുള്ള അങ്ങ് എന്നോട് കാരുണ്യം കാണിക്കണം. അങ്ങ് തന്നെയാണ് എല്ലാവരുടെയും സുഹൃത്തും എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ്. അങ്ങ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പരിപാലനം ചെയ്യുന്നത്. അവരുടെ എല്ലാ ജീവാത്മാക്കളുടെയും പരമോന്നത ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി അങ്ങിൽ തന്നെയാണ് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നത്. ഷഡ് ഐശ്വര്യങ്ങൾ ഇതൊക്കെയാണ്: ജ്ഞാനം, സമ്പത്ത്, കീർത്തി, ശക്തി, സൗന്ദര്യം, വിരക്തി. ഈ 6 ഐശ്വര്യങ്ങളിലും അങ്ങയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. ആ അങ്ങ് എന്നോട് കാരുണ്യം കാണിക്കണേ ഭഗവാനെ. അങ്ങ് എങ്ങനെയാണോ ഇതിനു മുമ്പേ സൃഷ്ടി ചെയ്യാൻ വേണ്ടി എനിക്ക് അറിവ് നൽകിയത്, അതേപോലെ വീണ്ടും എനിക്ക് ആ ഒരു അറിവ് നൽകണം. ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ഏഷ പ്രപന്നോ വരദോ രമ്യാത്മശക്തിയാ യദ്യത് കരിഷ്യതി ഗൃഹീത ഗുണാവതാര തസ്മിൻ സ്വവിക്രമം ഇദം സൃജതോപി ചേതോ യുഞ്ചിത കർമ്മശമലം ചയതാ വിജഹ്യാം. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ അങ്ങ് എപ്പോഴും ആശ്രിത ഭക്തരുടെ നന്മയ്ക്കായിട്ട് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങയുടെ ഈ ശക്തി, അങ്ങയുടെ ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത് അങ്ങയുടെ സ്വന്തം ശക്തിയായ രമാദേവിയിലൂടെയാണ്. അങ്ങയുടെ സേവനത്തിനായിട്ട് എനിക്ക് സൃഷ്ടി ചെയ്യാനുള്ള അനുമതി നൽകണം. ഈ സൃഷ്ടി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഭൗതിക ഗുണങ്ങളിൽ പെട്ടുപോയി അങ്ങേ മറന്നു പോകരുത്. അതുകൂടാതെ എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു അഹങ്കാരം വരരുത്. ഞാനാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അങ്ങേ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട എന്താണ്? നമുക്ക് ലഭിക്കുന്ന എല്ലാ കഴിവുകളും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുന്നത്. ആ കഴിവുകളെ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അതിൻ്റെ റിസൾട്ട് തരുന്നതും ഭഗവാനാണ്. കഴിവുകൾ ഭഗവാനാണ് നൽകുന്നത്. ആ കഴിവുകളെ ഉപയോഗിക്കാനുള്ള അവസരവും ഭഗവാനാണ് നൽകുന്നത്. ഇനി
നമ്മൾ ആ കഴിവുകളെ ആ അവസരത്തിൽ സദുപയോഗം ചെയ്യാനുള്ള ബുദ്ധിയും ഭഗവാൻ നൽകുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ ആ റിസൾട്ട് തരുന്നതും ഭഗവാനാണ്. കഴിവുകൾ ഭഗവാന്റെ, അവസരങ്ങൾ ഭഗവാന്റെ. ആ കഴിവുകളെ അവസരത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അതിനും പ്രചോദനം ഭഗവാനാണ് നൽകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് തരുന്നതും ഭഗവാനാണ്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നാഭിഹൃദാതിഹ സതോംബാസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാസമനന്തശക്തി രൂപം വിചിത്രമിദമസ്യ വിവൃണ്വതോ മേ മാ രിരീഷിഷ്ണ നിഗമസ്യ ഗിരാം വിസർഗ. ഇവിടെ പറയുന്നു, ഭഗവാന്റെ ശക്തികൾ അസംഖ്യമാണ്. ഭഗവാൻ പ്രളയജലത്തിൽ ഇങ്ങനെ ശയിക്കുകയാണ്. ഞാൻ അങ്ങയുടെ നാഭിയിൽ നിന്നാണ് വന്നത്. ഇനി ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു, ഈ സൃഷ്ടി എല്ലാം വരുന്നത് അങ്ങയിൽ നിന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു നിമിത്തമാകുന്നതേ ഉള്ളൂ, പക്ഷെ ഈ സൃഷ്ടിയുടെ കാരണം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങയുടെ നാമജപത്തിൽ നിന്നും വ്യതിചലിച്ചു പോകരുതേ. ഞാൻ എപ്പോഴും അങ്ങയുടെ തിരുനാമം ജപിക്കട്ടെ എന്ന് പറയുന്നു. നിഗമസ്യ ഗിരാം വിസർഗ, അങ്ങയുടെ നാമജപത്തിൽ എപ്പോഴും മഗ്നനായിരിക്കട്ടെ. സോ അസൗവദബ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്തായ വിശ്വവിജയാ ചനോ വിഷാദം മദ്വ്യാഗിരാപനയതത് പുരുഷപുരാണ. പരമോന്നതനായിട്ടുള്ള ഭഗവാൻ, ഏറ്റവും പുരാതനായിട്ടുള്ള ഭഗവാൻ, അങ്ങ് എപ്പോഴും എല്ലാവരോടും കാരുണ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങ് എപ്പോഴും എന്നോട് കാരുണ്യം നൽകണേ. ഇരിക്കും. അതുകൊണ്ട് അങ്ങ് എപ്പോഴും എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണമേ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് വലിയൊരു പാഠമാണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ലഭിച്ച കഴിവ് ഭഗവാന്റെ കാരുണ്യത്താൽ ലഭിച്ചു. ഇനി ആ കഴിവുകളെ ഉപയോഗിക്കണമെങ്കിൽ, സദുപയോഗം ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം നൽകുന്നതും ഭഗവാനാണ്. കഴിവ് ലഭിക്കുന്നു, അവസരം ലഭിക്കുന്നു. ഇനി ആ അവസരത്തിനെ സദുപയോഗം ചെയ്യണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പരിപൂർണമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഒന്ന് ആലോചിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനെ മറക്കാതിരിക്കണമെങ്കിൽ, ഭഗവാനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റണമെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കണമെങ്കിൽ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. അതായത് അതാണ് ബ്രഹ്മദേവോട് പറയാം. എത്ര മനോഹരമായിട്ടുള്ള സ്തുതിയാണെന്ന് നോക്കണേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ ഭഗവാൻ നൽകുന്നു. നമ്മുടെ ജനിച്ച കുലം, നമ്മുടെ ശരീരം, ഇതെല്ലാം ഭഗവാനാണ് നൽകുന്നത്. ഇനി ആ ശരീരത്തെ സദുപയോഗം ചെയ്യാനുള്ള ബുദ്ധി നൽകണമെങ്കിൽ അതും ഭഗവാൻ നൽകണം. അവസരങ്ങളും ലഭിക്കണം. കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, അവസരങ്ങളില്ല, നടക്കത്തില്ല. കഴിവുണ്ട്, അവസരമുണ്ട്, ബുദ്ധിയില്ലെങ്കിലും നടക്കത്തില്ല. കഴിവ് വേണം, ബുദ്ധി ഉപയോഗിച്ച് ആ അവസരങ്ങളെ ഉപയോഗിക്കാൻ പറ്റണം. ഇനി അതിൻ്റെ റിസൾട്ട് ഭഗവാൻ നൽകിയില്ലെങ്കിൽ അതും നടക്കത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കഴിവും ലഭിച്ചു, അവസരങ്ങൾ ലഭിച്ചു, ബുദ്ധിയും ലഭിച്ചു, റിസൾട്ടും കിട്ടി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഭഗവാനെ മറന്നുപോയാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഭഗവാന്റെ നാമം ജപിക്കാൻ താല്പര്യമില്ലെങ്കിൽ തീർന്നു. എന്നിട്ട് ഇവിടെ ബ്രഹ്മദേവൻ എന്താ പറയുന്നത്? ഭഗവാനെ, അങ്ങ് എനിക്ക് കഴിവുകൾ നൽകി, അവസരവും നൽകി, ഇനി ബുദ്ധിയും നൽകണം, ഇതെല്ലാം നൽകണം. അതിൻ്റെ റിസൾട്ടും അങ്ങയിൽ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങേ മറന്നും പോകരുത്. ഞാൻ എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ച് അങ്ങേ മറക്കാതിരിക്കണമേ. അതിനും കൂടെ അങ്ങ് കാരുണ്യം നൽകണമെന്നാണ് പറയുന്നത്. ഇനി 25-ാമത്തെ ശ്ലോകം.
സോ അസോ അദഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധപ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്ഥായ വിശ്വവിജയാ ജനോ വിഷാദം മധ്വ്യാഗിരാപനയാത് പുരുഷപുരാണ. ഭഗവാനെ, അങ്ങാണ് ഏറ്റവും പുരാതനായിട്ടുള്ള പുരുഷൻ. പക്ഷെ എന്നിട്ടും അങ്ങേക്ക് വൃദ്ധാവസ്ഥയില്ല. നിത്യ യൗവനത്തിലാണ് അങ്ങ് ഇരിക്കുന്നത്. അതും കൂടാതെ അങ്ങ് ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങ് എപ്പോഴും എന്നോട് ഇപ്പോൾ എങ്ങനെയാണോ അങ്ങ് കാരുണ്യത്തോടു കൂടി ചിരിക്കുന്നത്, അതേപോലെ എന്നും എന്നോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ. ഭഗവാൻ എത്രത്തോളം കാലം നമ്മളെ നോക്കി ചിരിക്കുന്നോ അത്രത്തോളം കാലം നല്ലതാണ്. ഭഗവാൻ എന്നാണോ നമ്മളോട് ദേഷ്യം തോന്നുന്നത് എല്ലാം തീർന്നു. ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു, അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള മന്ദഹാസം എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ സുന്ദരമായിട്ടുള്ള താമര കണ്ണുകൊണ്ട് ആ ഒരു കാരുണ്യ കൃപാകടാക്ഷം എന്നെ എപ്പോഴും അങ്ങ് നോക്കിക്കൊണ്ടിരിക്കണമേ. അങ്ങ് എത്രത്തോളം കാലം എന്നെ നോക്കുന്നോ അത്രത്തോളം കാലം ഞാൻ സുരക്ഷിതനാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മായ ലോകങ്ങളിൽ പെട്ടുപോകും. അതുകൂടാതെ ബ്രഹ്മദേവൻ പറഞ്ഞു, ഒന്നുകൂടെ നമുക്ക് നേരത്തെ പറഞ്ഞത് ചിന്തിക്കാം. കഴിവുകൾ നൽകുന്നു, അവസരങ്ങൾ നൽകുന്നു, അവസരങ്ങളെ ഉപയോഗിക്കാനുള്ള ബുദ്ധി നൽകുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം തരണമെങ്കിൽ അതിനും ഭഗവാൻ വിചാരിക്കണം. ഇനി ഭഗവാനെ സ്മരിക്കണമെങ്കിലും ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. ഇത് കൂടാതെ ഓരോ സമയത്തും എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതിന് അങ്ങ് മാർഗനിർദ്ദേശങ്ങളും നൽകണം എന്ന് പറഞ്ഞു. അങ്ങില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. ആരാ ബ്രഹ്മദേവൻ? ഈ 33 ദേവന്മാരുടെ അധിപനായിട്ട് നിൽക്കുകയാണ്. സൃഷ്ടി, പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പറയുന്നു, അങ്ങില്ലാതെ ഒരു നിമിഷം പോലും എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അങ്ങ് എനിക്ക് കഴിവുകളും നൽകണം, അവസരങ്ങളും നൽകണം. ഇനി ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്? അങ്ങേക്ക് വേണ്ടിയായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിവുകൾ, അവസരങ്ങൾ എന്തിനു വേണ്ടി? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി. ബുദ്ധിയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി. ഇനി അതിൻ്റെ ഫലത്തിലേക്ക് എത്തിക്കണമെങ്കിലും ഭഗവാൻ അനുഗ്രഹിക്കണം. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഓരോ നിമിഷം ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും ഭഗവാൻ നൽകിയേ പറ്റൂ. അതായത് ഓരോ നിമിഷവും നമ്മൾ എത്രമാത്രം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഭക്തർ ഡയറക്റ്റ്ലി ആശ്രയിക്കുന്നു, ഭക്തിയിലില്ലാത്തവർ ഇൻഡയറക്റ്റ്ലി ആശ്രയിക്കുന്നു. എങ്ങനെ? ഹൃദയത്തിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുമല്ലോ. ഓരോ വ്യക്തികളും വിചാരിക്കുന്നു എൻ്റെ ശരീരം എൻ്റെ കഴിവാണ്. പക്ഷേ അവരുടെ കഴിവല്ലല്ലോ. നമ്മൾ ഈ കൈ പൊക്കണമെങ്കിലും കൈ അനക്കണമെങ്കിലും പോലും ആത്മാവിന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ കൈ അനക്കാൻ. പക്ഷെ യഥാർത്ഥത്തിൽ ആ കൈ അനക്കുന്നത് നമ്മളല്ല. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ ഓർഗൻസും പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. അത് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് പ്രശ്നം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. പക്ഷേ നമ്മുടെ കൺട്രോളല്ല. എല്ലാം അറിയുന്ന ഡോക്ടറിന് പോലും അതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു ഉപകരണം ഉള്ളിലുള്ള ഓർഗൻ പ്രവർത്തിക്കാതാകുമ്പോൾ അതിന് പകരമായിട്ട് ആർട്ടിഫിഷ്യലി ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും എത്ര കാലം ആ ജീവാത്മാവ് ആ ശരീരത്തിൽ തുടരണം എന്ന് ഭഗവാൻ നിശ്ചയിക്കും. എത്ര വേറൊരു മെഷീൻ കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ പ്രവർത്തനത്തിന് പകരമായിട്ട് പ്രവർത്തിപ്പിച്ചാലും അതല്ലല്ലോ ഒരു ശരിയായിട്ടുള്ളൊരു ജീവിതം, അല്ലേ? ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചിരുന്ന സമയത്ത് അങ്ങനെയല്ലല്ലോ. ഒരു നിർജീവ വസ്തുവായിട്ട് നമ്മളിങ്ങനെ കിടക്കും, അത്രയേ ഉള്ളൂ. ജീവൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഭഗവാൻ സൃഷ്ടിച്ച ഈ ശരീരം അത് പ്രവർത്തിക്കണമെങ്കിൽ എത്ര കോടീശ്വരനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട വ്യക്തികൾ ഏറ്റവും തെരുവിലാണ് താമസിക്കുന്നത്.
അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാറില്ല. പക്ഷെ അവർക്കധികം രോഗങ്ങളുമില്ല. അവർ പഴകിയ ഭക്ഷണമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ കാശ് കൂടുതലുള്ളവർക്ക് കൂടുതൽ രോഗം. എങ്ങനെ? കാരണം ഭഗവാൻ സംരക്ഷിക്കണം അവരെ. രോഗങ്ങളെല്ലാം മനുഷ്യർക്കായിരിക്കാം, മൃഗങ്ങൾക്ക് രോഗങ്ങളില്ല. കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ സുരക്ഷിതരാണ്. പിന്നെയും മനുഷ്യരുടെ ഇടയിൽ വരുന്ന പട്ടികൾക്കാണ് ഓരോ പ്രശ്നങ്ങൾ. തെരുവിൽ കിടന്ന പട്ടിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ വളർത്തു പട്ടിക്കാണെങ്കിൽ എപ്പോഴും പ്രശ്നമായിരിക്കും. എന്തെങ്കിലും ഓരോ പ്രശ്നം, എന്തെങ്കിലും ഒരു രോഗം വരും. എന്നും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. സ്പെഷ്യൽ ഫുഡായിരിക്കും കൊടുക്കുന്നത്. മാസം 1,00,000 രൂപയുടെ ചിലവ് ഒരു പട്ടിയെ പോറ്റാൻ വേണ്ടി. പക്ഷെ തെരുവിൽ കിടക്കുന്ന പട്ടി ആരും തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ല. ഈ പട്ടിക്കാണെങ്കിൽ നല്ല ഹൈജീൻ വേണം, നല്ല വൃത്തിയുള്ള സ്ഥലം, നല്ല ബെഡും എല്ലാം കൊടുത്താലും വളർത്തുന്ന ആൾക്ക് എപ്പോഴും പണിയായിരിക്കും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോറ് കഴിച്ചാൽ ദഹനക്കേടായിരിക്കും പട്ടി. അതിനായിട്ട് സ്പെഷ്യൽ ആഹാരം കൊടുത്തേ പറ്റൂ. അത് സ്പെഷ്യൽ, അതിന് കാശോ. ഇനി തെരുവിൽ കിടന്ന പട്ടിക്ക് ചോറെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പഴകിയ ചോറോ എന്ത് കഴിച്ചാലും അതിന് ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഒന്നാലും. ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ ഈ കാണുന്ന ലോകമല്ല യാഥാർത്ഥ്യം. ഇതിനപ്പുറത്ത് ഒരു മഹാസംഭവം ഇരിക്കുകയാണ്, പരമോന്നതനായിട്ടുള്ള ഭഗവാൻ. ഒന്നാലോചിച്ചു. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, കൊറോണ സമയത്ത് ഇസ്കോൺ ഗുരുവായൂരിലായിരുന്നു. അവിടെ വെള്ളം കുടിച്ചപ്പോഴാണ് ഈ ലിവറിന് ഇൻഫെക്ഷൻ ആയെന്നാണ് പറയുന്നത്. ഏകദേശം 2 വർഷം ഞാൻ അവിടെ തന്നെയായിരുന്നു. അന്ന് ആരും ഇല്ലല്ലോ എൻ്റെ അടുത്ത്. അന്നേരം രോഗവും കാഠിന്യമായിട്ട്. ഇപ്പൊ ചുറ്റും ശിഷ്യരാണ്, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എല്ലാം. കാലില് നീര് വന്ന് അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരു പ്രശ്നമില്ല. ഭഗവാൻ അറിയാം ഇപ്പൊ കിടപ്പില ആരും കാണത്തില്ല നോക്കാൻ. അന്നേരം അന്നേ തുടങ്ങിയ പ്രശ്നമാണ്. അന്നേരം ഡോക്ടർ പറയുന്നത് ഈ ലിവറിന്റെ പ്രശ്നം ഇന്ന് തുടങ്ങിയല്ല, ഒരു 3 വർഷമായിട്ട് അകത്തിരിപ്പുണ്ടെന്ന് പറയട്ടെ. ഒന്നാലോചിച്ചു. അന്നേരം ഇത് സാധാരണ ലിവറിന്റെ ഇൻഫെക്ഷൻ പറ്റിയതാണ്. അന്നേരം ഉള്ളിൽ എന്തോ വിഷാംശം പോയി എന്തോ പണി കിട്ടിയതാണ്. അന്നേരം 2 വർഷം അതും കൊണ്ടാണ് നടന്നത്. ഒന്നും സംഭവിച്ചില്ല. ഇപ്പം ചുറ്റും ശിഷ്യരും എല്ലാം ഉള്ളപ്പോൾ കിടപ്പിലായി. വിചിത്ര ലോകമാണ്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണത്തിൻ്റെ ബലത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, ഭഗവാന്റെ ബലത്തിലാണ്. ഈ ശരീരം നിലനിൽക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ്. ഇനി അടുത്തത്, ചില ആൾക്കാർ ഇഷ്ടം പോലെ തിന്നു എന്നുള്ളതാണ്. ഇഷ്ടം പോലെ തോന്നുന്ന രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല. എന്നിട്ട് മുടങ്ങാതെ ജിമ്മിൽ പോവുകയും ഫിറ്റ്നസ്സും യോഗയും എക്സസൈസും ഒക്കെ ചെയ്യുന്നവർക്ക് നടുവയ്യ, മുട്ടുവയ്യ, നേരെ ചെയ്യാൻ പോയി, ഇത് ചെയ്യാൻ പോയി, അത് ചെയ്യാൻ പോയി, എന്തെങ്കിലും ഒരു ബോണിൽ പ്രശ്നം കാണും എന്നുള്ളത്. ജിമ്മിൽ പോയി ലെഗമെന്റ് തെറ്റും. കൂലിപ്പണിക്കാർക്ക് ഒരു പ്രശ്നം. ജിമ്മിൽ പോകുമ്പോൾ നല്ലൊരു ഇൻസ്ട്രക്ടർ വേണം. വെയിറ്റ് ഇത്രയും പൊക്കുക അത്രയും പൊക്കുക എന്ന് പറഞ്ഞ്. കൂലിപ്പണിക്കാര് 10, 20, 30 ചാക്ക് തലയിൽ, അങ്ങനെ ഒരാളെ കാണിച്ചു യൂട്യൂബിൽ. ആഫ്രിക്കയിലുള്ള ഏതോ ഒരു ആള് ഒരു 20 ചാക്ക് തലയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. എല്ലാ ദിവസവും അത് തന്നെയാണ് ജോലി. ആളുടെ ബോഡി കട്ട 6 പാക്ക്. ആളിങ്ങനെ ഇരിക്കും. എത്ര വെയിറ്റ് എടുത്താലും ഒരു പ്രശ്നമില്ല. ഒന്ന് ആലോചിച്ചു. ഹരേ കൃഷ്ണ. അന്നേരം വളരെ വിചിത്രമായിട്ടുള്ള ഒരു ലോകമാണിത്. അന്നേരം നമ്മൾ മനസ്സിലാക്കുക, ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം നിയന്താവ്. നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ ലോകം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണോ അതൊക്കെ ഭഗവാൻ തീരുമാനിക്കും.
അതുകൊണ്ട് ഇതാരാ പറയുന്നത്? ബ്രഹ്മദേവൻ. ഇതിനപ്പുറം എന്തെങ്കിലും വേണോ? ഒന്ന് ആലോചിച്ചോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ വ്യക്തികൾ അവർ ഭഗവാന്റെ നാമം ജപിക്കും. ഇനി നാമം ജപിക്കണമെങ്കിലും ഭഗവാന്റെ കാരുണ്യം ലഭിക്കണം. എന്നിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ അങ്ങയുടെ നാമം ജപിക്കാൻ പറ്റണേ, നാമജപം ഒരിക്കലും മുടങ്ങരുതേ. കാരണം നാമം ജപിച്ച് തുടങ്ങിയ എല്ലാ ഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് തന്നെ തോന്നത്തില്ല, കാരണം നാമം ജപിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ തോന്നത്തില്ല. നമുക്ക് തോന്നുന്നു ആ നാമം എന്തിനാ, അതൊന്നും വേണ്ട. ഒരു മാതാജി പറഞ്ഞു, സൈക്കിൾ ചവിട്ടാൻ വയ്യാതെ ബൈക്ക് വാങ്ങി, ബൈക്ക് ചവിട്ടാൻ മടിയായതുകൊണ്ട് കാറ് വാങ്ങി, അവസാനം പിന്നെ ആരോഗ്യത്തിന് വീണ്ടും സൈക്കിൾ. അല്ല, ആൾക്കാർ പണ്ടെല്ലാവരും കൂലിപ്പണിയൊക്കെ ചെയ്ത് ആരോഗ്യത്തോടെ ഇരിക്കുക. ഇപ്പം അതൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കുക, നല്ല AC വണ്ടിയിലും കാറിലും ഒക്കെ പോയി അവസാനം ജിമ്മിൽ പോയി എന്താ കൂലിപ്പണി ചെയ്യുക, വെയിറ്റ് പൊക്കുക, ഓടുക. പക്ഷെ കൂലി ഇങ്ങോട്ട് കിട്ടത്തില്ല, അങ്ങോട്ട് കൂലി കൊടുക്കും. എന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല, ഫുൾ ഡയറ്റ് കൺട്രോൾ എല്ലാം ചെയ്യും. അവസാനം എന്താവും? അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. എന്തെങ്കിലും ജിമ്മ് പോകുമ്പോൾ എന്നൊരു ശബ്ദം കേൾക്കും, ഒത്തിരി പണി കിട്ടി. ഇനി കുറച്ച് കാലം ഡോക്ടറിൻ്റെ അടുത്ത്. വിചിത്രമായിട്ടുള്ള ലോകമാണ്. സിനിമാ നടന്മാർ മിക്ക ഫിറ്റായിട്ടുള്ള ആൾക്കാർ എല്ലാം ഫ്രാക്ചറാണല്ലോ. ഏറ്റവും ബെസ്റ്റ് സ്റ്റണ്ട് മാസ്റ്ററായ ജാക്കി ചാൻ, ആളുടെ അടുത്ത്, ആൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അന്നേരം ആൾ കുറച്ച് തട്ടിമുട്ടിയാണ് ഇംഗ്ലീഷ് പറയുന്നത്. അന്നേരം ആളിനോട് ചോദിച്ചു, ഈ ബോഡിയിൽ എത്ര ഫ്രാക്ചർ ഉണ്ടെന്ന്. ഫ്രാക്ചർ 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 ഫ്രാക്ചർ. ബോഡി മൊത്തം ഫ്രാക്ചർ. വളരെ വിചിത്രം. ഏറ്റവും പവർഫുൾ വ്യക്തിയാണ്, ഏറ്റവും നല്ല. ഇപ്പോഴത്തെ നടന്മാരും മിക്ക ആൾക്കാരും ആ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കും, പിന്നെ ഇങ്ങനെ ആക്ഷൻ കഴിയുമ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പെരുപ്പിച്ചൊക്കെ നിൽക്കും, ആക്ഷൻ കഴിയുമ്പോൾ എല്ലാം. അതുകൊണ്ട് നമ്മളീ കാണുന്നൊന്നുമില്ല യാഥാർത്ഥ്യം. അന്നേരം ബ്രഹ്മദേവൻ അങ്ങനെ സ്തുതിച്ചു. അന്നേരം ഭഗവാൻ വിചാരിക്കാതെ, ഭഗവാൻ അറിയാതെ ഈ ലോകത്ത് ഒരു പുല്ല് പോലും നടക്കത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരിത് മനസ്സിലാക്കിയോ അവൻ ബുദ്ധിമാൻ, അവൻ ഭഗവാന്റെ നാമം ജപിക്കും. അല്ലാത്തവര് എന്തൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ലെന്നല്ല. മായാദേവി അവരുടെ മൂക്കൊണ്ട് ഇക്ഷ ഇഞ്ഞ എല്ലാം വരപ്പിക്കുന്നുള്ളതാണ്. കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ഇവിടെ തന്നെ പണ്ടാരം അടങ്ങുന്നുള്ളതാണ് സത്യം. ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം നോക്ക്, നാമം ജപിക്കാത്തവരുടെ ജീവിതം എന്തു പട്ടി ജീവിതമാണ് സത്യം പറഞ്ഞു. തെരുവിലെ പട്ടിക്ക് ഇതിലും നല്ല ഇതുണ്ടെന്നുള്ളതാണ്. ഇവർ വിചാരിക്കുന്ന ഇവർ സിംഹത്തെ പോലെയാണ് ജീവിക്കുന്നതെന്ന്, വലിയ രാജാവിനെ പോലെയാണ്. പക്ഷെ അവരുടെയൊക്കെ അന്ത്യം നോക്കിക്കഴിഞ്ഞാൽ പട്ടി ജീവിതമായിരിക്കും. മക്കള് വേണമെങ്കിൽ കഴിച്ചിട്ടാണ് മിണ്ടായിരുന്നാണ് കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദാ തൂക്കിയവരറിയും. പട്ടി ജീവിതമാണ്. എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, കുറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അവിടെ മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്തെങ്കിലും എഴുതി തരാനുണ്ടെങ്കിൽ തന്നോളാം എന്ന് പറഞ്ഞു. ആരും നോക്കാനും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഇത് വലിയ കോടീശ്വരനായിരിക്കും. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ മക്കളുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരത്തില്ല, ജോലിക്കാരുടെ ആട്ടും തുപ്പും ആയിരിക്കും കേൾക്കും. എന്ത് പറയാനല്ലേ, അവരുടെ ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. വലിയ വലിയ ആൾക്കാരായിരിക്കും, വലിയ ടോപ്പ് പൊസിഷനിലിരുന്ന വ്യക്തികളായിരിക്കും. അവസാന കാലം വെറും എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരുന്നോണം. എന്നിട്ട് ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശായിരിക്കും എല്ലാവരും സുഖിച്ചിരിക്കുന്നത്. അതിൻ്റെ നന്ദി പോലും അവർക്ക് ആർക്കും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാൻ വേണ്ടിയിരിക്കല്ല, എല്ലാം ചെയ്യുക. പക്ഷേ മറന്നു പോകരുത്, ഇതിൻ്റെ എല്ലാം ആധാരം ഈശ്വരനാണ്. ഒരിക്കൽ അക്ബറിൻ്റെ കൊട്ടാരത്തിൽ അക്ബർ ബീർബലിനോട് ചോദിച്ചു, എന്താണ് ഈശ്വരൻ്റെ ജോലി?
മന്ത്രിമാരോട് എല്ലാവരോടും ചോദിച്ചു, ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അന്നേരത്തേക്ക് ആര് പറയുന്നു ഭഗവാന്റെ ജോലി എന്താണ്, ഈശ്വരൻ്റെ ജോലി എന്താണ്, ഈശ്വരന് ഒന്നും മനസ്സിലായില്ല. അവസാനം ബീർബലിനോട് ചോദിച്ചു, ഈശ്വരൻ്റെ ജോലി എന്താണോ? അന്നേരം അക്ബറിനോട് പറഞ്ഞു, ഞാൻ 2 മിനിറ്റ് അങ്ങൊന്ന് എഴുന്നേക്കാമെന്ന് ചോദിച്ചു. ഒന്ന് പറഞ്ഞാൽ എഴുന്നേക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അക്ബറിനോട് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങ് ഇരിക്കാമെന്ന് ചോദിച്ചു. അന്നേരം ഇരുന്നു. എന്നിട്ട് ബീർബൽ പോയി സിംഹാസനത്തിൽ ഇരുന്നു. ഇതാണ് ഭഗവാന്റെ ജോലി. മുകളിലിരിക്കുന്നവരെ താഴെ കൊണ്ടുവരുക, താഴെ ഇരിക്കുന്നവരെ മുകളിൽ കൊണ്ടുവരും. 2 നാള് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തും. ഇതേ ഉള്ളു ഭഗവാന്റെ ജോലി. ആ രാജാവായിട്ട് ഇരിക്കുന്നവരെ താഴെ കൊണ്ടുവരുന്നു, താഴെ ഇരിക്കുന്നവരെ രാജാവായിട്ട്. ഇത് കേട്ടിട്ട് അക്ബർ ചിരിയോടെ ചിരി. സത്യമാണ്, ഇതാണ് ഭഗവാന്റെ ജോലി. അതുകൊണ്ട് ഇന്ന് കാണുന്ന ആൾക്കാരെ ഉയർത്തും, വീണ്ടും താഴെ കൊണ്ടുവരും. ഒന്നിനും ഒരു ശാശ്വത ഇതില്ല. അതുകൊണ്ട് ഇത് ആരെ കുറിച്ചാ പറയുന്നത്? ബ്രഹ്മദേവനാ പറയുന്നു. ഇനി അടുത്ത ദശമസ്കന്ധം നമ്മളെല്ലാവരും പഠിച്ചതാണ്, ഫുൾ കോമഡിയാണ്. ഈ ബ്രഹ്മദേവൻ തന്നെ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് നിൽക്കുകയാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, ഇതാണോ ഭഗവാൻ എന്ന് പറയുന്നത്? എൻ്റെ ഭഗവാൻ വിഷ്ണുവാണ്, ഇത് വെറും ഒരു കൊച്ചു കുട്ടിയല്ലേ, ഈ കുട്ടിയാണോ വലിയ അകാസുരനെ കൊന്നതെന്നൊക്കെ പറയുന്നത്. നേരത്തേക്ക് ബ്രഹ്മദേവന്റെ കൂട്ടത്തിലുള്ള സേവകർ പറഞ്ഞു, അതെ അതെ, ഈ കുട്ടി തന്നെ കൊന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്, ഈ കുട്ടിയിൽ എന്തെങ്കിലും ശക്തികളുണ്ടോ എന്ന്. എന്നിട്ട് ഭഗവാൻ ആരാ പോകാൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഒന്നും കാണിക്കാത്ത രീതിയിൽ. എന്നിട്ട് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അന്നേരം അന്ന് കുറച്ച് കൂട്ടുകാർ സമോസ ഉണ്ട്, ഭഗവാന് സമോസ വലിയ ഇഷ്ടം. അന്നേരം കൂട്ടുകാരെല്ലാവരും പറഞ്ഞു, ഇന്ന് കൃഷ്ണനെ പറ്റിക്കണം. എന്നിട്ട് ആ സമോസ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാം മാറ്റിയിട്ട് അതിനകത്ത് മുല്ലമുട്ട് നിറച്ചു. ഇതെല്ലാം ബ്രഹ്മദേവൻ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ ഇന്ന് വേണ്ട സമോസ കൊണ്ടുവന്നിട്ട് കഴിച്ചോളൂ പറഞ്ഞു. മുല്ലമുട്ട് കഴിഞ്ഞപ്പോൾ വായിലെ കയ്പൊക്കെ വന്ന് ഭഗവാന്റെ മുഖം വല്ലാതെ. എന്താ പറയുക, ഇതാണോ ഭഗവാൻ? ഒരു സമോസക്കകത്ത് ഇരിക്കുന്ന എന്താണെന്ന് പോലും അറിയുന്നത്. ഈ കുട്ടിയാണോ വലിയ അകാസുരനെയൊക്കെ കൊന്നെന്ന് പറയുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. ഉടനെ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, എല്ലാ പശുക്കുട്ടികളെയും അപ്രത്യക്ഷമാക്കി. ഉടനെ കൂട്ടുകാർ പശുക്കളെ കാണുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെയും പിന്നെ കാണുന്നില്ല. ഭഗവാന്റെ കയ്യിൽ ഒരു തൈര് ചട്ടിയും കുറച്ച് ചോറും ഇരിപ്പുണ്ട്, ഇങ്ങനെ അതും വെച്ചാണ് ഭഗവാൻ പോകുന്നത്. എന്നിട്ട് ഇവരെ എല്ലാം കൊണ്ടുപോയി, ഇനി എനിക്ക് ഈ ഭഗവാൻ എന്ത് ചെയ്യുന്നു, വലിയ ഭഗവാനാണെന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് 1 വർഷമായി പോയിട്ട് തിരിച്ചു നോക്കുമ്പോൾ എല്ലാവരും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ബ്രഹ്മദേവൻ വിചാരിച്ച് ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. അന്നേരം സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവനാണ്. ബ്രഹ്മദേവന് DNA-യുടെ അകത്തും പോയി നോക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നടക്കത്തില്ല. അന്നേരം ബ്രഹ്മദേവൻ ഫുൾ സ്കാൻ ചെയ്ത് നോക്കി, ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഭഗവാൻ കോപ്പി അടിച്ചത്. ഒരു മാറ്റവും ഇല്ലെന്ന്, ഒരു ചെറിയൊരു മാറ്റം പോലും ഇല്ലെന്നുള്ളതാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല, കാരണം ബ്രഹ്മദേവനെ സൃഷ്ടിച്ച ആളാണ്. അതുകൊണ്ട് പിന്നെ ബ്രഹ്മദേവന്റെ തന്തയാണ്. അന്നേരം എന്താ പറയില്ല, അപ്പൂപ്പൻ തന്തയെ പഠിപ്പിക്കാൻ പോകരുതെന്ന് പറഞ്ഞ അതേപോലെ സൃഷ്ടിയുടെ എല്ലാ സ്കെച്ചും ഉള്ള ആളാണ്. അന്നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്നേരം ദേഹത്ത് എവിടെയെങ്കിലും ഒരു കറുത്ത പാടുണ്ടെങ്കിൽ അതും ആ ആളിൽ ഉണ്ടെന്നുള്ള, അങ്ങനെ ഫുൾ കോപ്പി. ബ്രഹ്മദേവൻ ഫുൾ സ്കാൻ ചെയ്തിട്ട് ഒരു പശുക്കുട്ടിയിൽ പോലും, ഒരു കൂട്ടുകാരനിൽ പോലും ഒരു മുടിയുടെ വ്യത്യാസം പോലും കാണാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് ബ്രഹ്മദേവനാണ്. ഒരു ശരീരത്തിൽ എത്ര മുടിയുണ്ടെന്ന് ബ്രഹ്മദേവന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇങ്ങനെ 1, 2 എന്ന് എണ്ണേണ്ട ആവശ്യമില്ല. നിമിഷങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും. ഒരുപാട് സിദ്ധികളുണ്ട് ബ്രഹ്മദേവൻ. ഒരു മുടിയുടെ അളവ് പോലും തെറ്റിയില്ലെന്നുള്ളതാണ്. അതിൻ്റെ ഇഞ്ച് പോലും തെറ്റിയിട്ടില്ല, എത്ര നീളമുണ്ടെന്ന്. എത്ര പെർഫെക്റ്റ് മാച്ചാണ് നോക്കണേ. ഒരു വ്യത്യാസം, ഒരു ചെറിയൊരു വ്യത്യാസം പോലും ഇല്ല. ബ്രഹ്മദേവൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അല്ല, നമ്മൾ സാധാരണ വ്യക്തികളെ പോലെ അല്ല, അതായത് ഒരേപോലെ വേറൊരു പ്രതിരൂപം ഉണ്ടാക്കി, അങ്ങനെയല്ല. ഏറ്റവും മൈന്യൂട്ട് ലെവലിൽ പോലും ഒരു വ്യത്യാസം പോലും ഇല്ലാതിരുന്നു.
അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ പറ്റിക്കാൻ എളുപ്പമാണോ? അവസാനം ബ്രഹ്മദേവൻ പേടിച്ചുപോയി. ഇതാണ് ഒറിജിനൽ, അതാണ് ഒറിജിനൽ, ഏതാണ് ഒറിജിനൽ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ എന്തായി? എല്ലാവരും വിഷ്ണു രൂപങ്ങളായിട്ട് മാറി. അന്നേരം ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ സമയത്ത് ഒരിക്കൽ മാത്രമേ വിഷ്ണുവിനെ കണ്ടിട്ടുള്ളൂ. ഇത് നോക്കിയപ്പം കോടാനുകോടി വിഷ്ണു രൂപങ്ങൾ ഒരേ സമയത്ത് ഒരിടത്ത് നിൽക്കുന്നു. എന്നിട്ട് ഈ വിഷ്ണു രൂപങ്ങളെല്ലാം ഉണ്ണിക്കണ്ണൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ ഏറ്റവും ഭ്രാന്ത് പിടിച്ചു. ഞാൻ ആകെ ഒരു വിഷ്ണുവിനെ കണ്ടിട്ടുള്ളൂ, ഇത്രയും വിഷ്ണു രൂപങ്ങൾ എവിടെ നിന്ന് വരുന്നു? എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ള. നോക്കണേ, എന്താ പറയല്ലേ. അതിനുശേഷം ചുറ്റുമുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ സുന്ദര രൂപത്തെ കണ്ടു. കയ്യിൽ ആ തൈരുസാദ് അതേപോലെ ഇരിക്കുന്നു, 1 വർഷം മുമ്പേ ഉള്ള തൈരുസാദ്. അന്നേരം ബ്രഹ്മദേവനെ ഏറ്റവും ഭ്രാന്ത് പിടിപ്പിച്ച ഇതാണ്, 1 വർഷം മുമ്പേ ഉള്ള തൈരുസാദ് ഇപ്പോഴും അതേപോലെ. ബ്രഹ്മദേവൻ നമസ്കരിച്ചു. കൃഷ്ണ, ഒന്നും പറയാനില്ല, അങ്ങ് ആരാണ് പറയൂ. അപ്പോഴാണ് ബ്രഹ്മദേവനെല്ലാം മനസ്സിലായത്. അതാണ് ഈശ്വര ബ്രഹ്മസമിതി, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ വിഷ്ണു രൂപങ്ങളുടെയും കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. എല്ലാം മനസ്സിലായി. അന്നേരം നമ്മുടെ ഊഹാപോഹങ്ങൾ കൊണ്ടോ ചിന്തകൾക്കോ ഭഗവാനെ അളക്കാൻ കഴിയില്ല. ബ്രഹ്മദേവനെ അളക്കാൻ പറ്റുന്നില്ല, പിന്നെ നമുക്കെങ്ങനെയാണ്? നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ച അതേ കാര്യം എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ കഴിവുകൾ ഗുരുവായൂരപ്പ അങ്ങാണ് നൽകിയിരിക്കുന്നത്, ആ കഴിവുകളെ ഉപയോഗിക്കാനുള്ള അവസരം അങ്ങാണ് നൽകുന്നത്. ആ അവസരങ്ങളെ ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള ബുദ്ധിയും അങ്ങ് തന്നെ നൽകണം. അതിൻ്റെ റിസൾട്ടും അങ്ങയുടെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കലും അങ്ങയെ മറന്നു പോകരുത് ഭഗവാനെ. എപ്പോഴും അങ്ങയെ ഓർത്തിരിക്കണം. അങ്ങയുടെ സ്മരണയോട് കൂടിയായിരിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങയുടെ തിരുനാമം എന്നും എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരിക്കണേ കൃഷ്ണ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. ബ്രഹ്മദേവൻ്റെ ആ സ്തുതി എത്ര മനോഹരമാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും അങ്ങയെ വിസ്മരിക്കരുത് ഭഗവാനെ. ഇതും കൂടാതെ ഓരോ നിമിഷവും ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നങ്ങ് എനിക്ക് പറഞ്ഞു നൽകണം. ഇതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന. ഭഗവാൻ വിചാരിക്കാതെ ഒന്നും നടക്കത്തില്ല. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇത് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുന്ന ഭക്തരോട് ഒരു അഭ്യർത്ഥനയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം അത് ഷോർട്ട് വീഡിയോ ആക്കി ബ്രഹ്മസ്തുതിയുടെ എസെൻസ്, സാരാംശം അത് ഒരു ഷോർട്ട് വീഡിയോ ആക്കി കഴിഞ്ഞാൽ ഭക്തർക്ക് നന്നായിരിക്കും. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വൈകുന്നേരം 7 മണിക്ക് മഹാഭാരതത്തിൽ കാണാം. ഹരേ കൃഷ്ണ.